അവിടെ നടക്കുന്ന ചന്ദനക്കുടം ഇസ്ലാം പഠിപ്പിച്ചതല്ല. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ആന എഴുന്നള്ളിപ്പ് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അവിടെ നടക്കുന്ന കൊടി ഉയർത്തൽ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അവിടെ നടക്കുന്ന തേങ്ങ ഉടക്കൽ നേർച്ച ഇസ്ലാം പഠിപ്പിച്ചതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ മുഴുവൻ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല 5 നേരം നമ്മൾ നിസ്കരിക്കുമ്പോൾ പോലും പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് നമ്മൾ സഹായം തേടുന്നത്. ഈ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും അല്ലാത്തവരോട് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ നേർച്ച വഴിപാടുകൾ നടത്തുവാനോ പാടില്ലാത്ത കാര്യമാണ്. ആ ഒരു തൗഹീദ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ അഖിലവും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തെയാണ്. നമ്മുടെ ആരാധ്യൻ അല്ലാഹു മാത്രമാണ്, അവനോട് മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. ഇത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ്. കാരണം ഇസ്ലാം കാര്യം പഠിപ്പിക്കുമ്പോൾ ആ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമതായി എണ്ണുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ അള്ളാഹു ഏകനാണ് എന്നും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും അവൻ മാത്രമാണ് യഥാർത്ഥ ദൈവമെന്നും അവനോട് മാത്രമേ ഇബാദത്തുകൾ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നും ഇങ്ങനെയെല്ലാം അടിസ്ഥാന വിശ്വാസമായി കൊണ്ട് ഇതിനെ പഠിപ്പിക്കുമ്പോൾ ആ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്ന പല പ്രവണതകളും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഉൾക്കൊണ്ട് നിൽക്കുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. ഇത് തീർത്തും ഒരു നസീഹത്തായിക്കൊണ്ട് മാത്രം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കാൻ തയ്യാറാകണം. ഇത് ഒരിക്കലും ഒരു വാശിയോ അല്ലെങ്കിൽ സംഘടനാ താല്പര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് തീർത്തും ഒരു നസീഹത്ത്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ ജനങ്ങൾ അറിയണം എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ആ നിലയ്ക്ക് നിങ്ങൾ കണ്ട് ഇത് മനസ്സിലാക്കി ഇതിനെ പഠിക്കാൻ തയ്യാറായി, പഠിച്ചു മനസ്സിലാക്കി ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിഞ്ഞ് ശരിയോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ഞാനിവിടെ ഉണർത്തുകയാണ്. ഇന്ന് ജാറങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിൽ ചില ലക്ഷ്യങ്ങളുമുണ്ട്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യൂ, ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് പരലോക ചിന്ത നിങ്ങൾക്ക് ഉണർത്തുന്നതാണ്. അതല്ലാതെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അത് മഹാന്മാരുടെ ഖബറുകൾ മാത്രം ഖബർ സിയാറത്ത് ചെയ്യാൻ പോകണമെന്നും അത്തരം ഖബറിലുള്ള ആളുകളോട് മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കണമെന്നോ ആ പ്രവാചകന്മാരോ അല്ലെങ്കിൽ നബിമാരോ വലിയുമാരോ അവരുടെ ഖബറിൽ നേർച്ച ചെയ്യണമെന്നോ അവിടെ കാണിക്കേണ്ടണമെന്നോ അങ്ങനെ ഒരു ഏർപ്പാടും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇന്ന് ഖബറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു. ഖബറുകളിൽ സുജൂദ് ചെയ്യുന്നു. അള്ളാഹ്ക്ക് മാത്രമാണ് സുജൂദ്. വേറെ ഒരു സൃഷ്ടിക്കു മുമ്പിലും സുജൂദ് ചെയ്യാനോ തല കുനിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നിട്ട് ആ ഖബറിൽ സുജൂദ് ചെയ്യുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ നേർച്ച വഴിപാടുകൾ നടത്തുന്നു. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ നിസ്കാരം, എൻ്റെ നേർച്ച, എൻ്റെ ജീവിതം, മരണം ഇതെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മൾ എങ്ങനെയാണ് ഒരു ഖബറാളിക്ക് വേണ്ടി അവിടെ കോഴി നേർച്ച ചെയ്യുന്നു, തേങ്ങ ഉടച്ച് നേർച്ച ചെയ്യുന്നു, അങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള പായസ നേർച്ചകൾ, അപ്പവാണിഭ നേർച്ചകൾ, അങ്ങനെ പല രൂപത്തിലുള്ള നേർച്ചകൾ, ചന്ദനക്കുടങ്ങൾ, ആ ചന്ദനക്കുടവുമായി കൊണ്ട് ത്വവാഫ് ചെയ്യൽ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ആചാരങ്ങളാണ് ഇന്ന് ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകനു നൽകുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കും, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം. സൂറത്തുൽ ലുഖ്മാനിൽ കാണാൻ സാധിക്കുന്ന വചനമാണ്.
നിങ്ങൾ പരിശോധിക്കണം. ഏറ്റവും വമ്പിച്ച തെറ്റേത് എന്ന് ചോദിച്ചാൽ കൊലപാതകമോ വ്യഭിചാരമോ മോഷണമോ അങ്ങനെ തുടങ്ങിയ ഒന്നുമല്ല. ഏറ്റവും വമ്പിച്ച തെറ്റ് എന്നത് അത് ഷിർക്കാകുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കലാകുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം, ഇഹ്ഫദില്ലാ യഹ്ഫദുക്, അള്ളാഹുവിനെ നീ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. വീണ്ടും പറയുന്നു, ഇഹ്ഫദില്ലാ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്ക്, എങ്കിൽ നിന്റെ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ നിനക്ക് കുട്ടിയില്ലേ, നിനക്ക് പ്രശ്നമുണ്ടോ, നിനക്ക് പ്രയാസങ്ങളുണ്ടോ, നിനക്ക് പ്രതിസന്ധികളുണ്ടോ, അവിടെയെല്ലാം ഒരു ജാറങ്ങളിലേക്ക് പോവാനല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കൂ എന്നാണ്. എന്നിട്ട് പറഞ്ഞത്, അതിനുശേഷം പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധേയമാണ്. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആശയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വയ്ക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ച കാര്യത്തെ മറ്റൊരാൾക്കും തടയാൻ സാധ്യമല്ല. അള്ളാഹു തടഞ്ഞു വച്ച കാര്യത്തെ ലോകത്തുള്ള സർവ്വ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാലും ശരി നിനക്കത് നൽകാനും സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു തടഞ്ഞ ഒരു കാര്യം ഔലിയാക്കന്മാർക്ക് തരാൻ കഴിയുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുക? അള്ളാഹു തരാൻ ഉദ്ദേശിച്ച കാര്യത്തെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അപ്പോൾ ഈ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചന്ദനക്കുട നേർച്ചകൾ, അതുപോലെ തന്നെ ആന എഴുന്നള്ളിപ്പ്, രാത്രിയിൽ വിവിധ പ്രാദേശിക മഹലുകളിൽ നിന്നുള്ള ചന്ദനക്കുടം ഘോഷയാത്രകൾ പള്ളിയിലെത്തി. തുടർന്ന് ചന്ദനക്കുടങ്ങളുമായി നെറ്റിപ്പട്ടം കെട്ടിയ ആനകളുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെ ആദ്യം താഴെപ്പള്ളിയിലും പിന്നീട് മലയപ്പള്ളിയിലും എത്തിയ ഘോഷയാത്ര ഷെയ്ഖ് ഫരീദുദ്ദീൻ ഖബറടങ്ങിയ താഴെപ്പള്ളിയിൽ എത്തിയതോടെ ചന്ദനക്കുടം ഉറൂസ് സമാപിച്ചു. കുടുകുത്തി നേർച്ചയിൽ അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്തെല്ലാമാണ്? ജനുവരിയിൽ വരാനിരിക്കുകയാണ്. ആ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കുമ്പോൾ അവിടെ നടക്കുന്ന ചന്ദനക്കുടം ഇസ്ലാം പഠിപ്പിച്ചതല്ല. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ആന എഴുന്നള്ളിപ്പ് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അവിടെ നടക്കുന്ന കൊടി ഉയർത്തൽ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അവിടെ നടക്കുന്ന തേങ്ങ ഉടക്കൽ നേർച്ച ഇസ്ലാം പഠിപ്പിച്ചതല്ല. അവിടെ നടക്കുന്ന വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട അത് കൊടുക്കലും വിതരണം ചെയ്യലും അതിലൊന്നും ബറക്കത്തെടുക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. ഇനി അവിടെ നടക്കുന്ന ആത്മീയ ചൂഷണം എന്താണ്? യാസീനോദി ഖുർആനിനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ, യാസീനോതുക, മൗലൂദ് പാരായണം ചെയ്യുക, അതിനുവേണ്ടി പണമടച്ച് ക്യാഷ് റെസീറ്റ് കൈപ്പറ്റുക എന്നൊക്കെയുള്ള ചില അനൗൺസ്മെൻറ്റുകളൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ ഖബറുകളിൽ ഖബറിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന രംഗങ്ങൾ, എന്തെല്ലാം ആചാരങ്ങൾ! മാത്രമല്ല മഹാന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ചക്കരക്കഞ്ഞി നേർച്ച ചെയ്യുന്നവർ, എന്തെല്ലാം അനാചാരങ്ങളാണ് ഈ ഖബറുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതൊന്നും ഇസ്ലാമികമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മാത്രമല്ല വലിയ വിപത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ആത്മീയ ചൂഷകർ നമ്മെ കൊണ്ടിടുന്നത് വലിയ തെറ്റിലേക്കും തിന്മയിലേക്കുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഷിർക്കിൻ്റെ ഗൗരവം പറഞ്ഞിടത്തെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ നന്മകൾ, അതൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല എന്നാണ്. ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ, ഇത് സാധാരണക്കാരുടെ വിഷയത്തിൽ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹ് പറയാണ്, പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിലെങ്ങാനുമാണ് ഷിർക്ക് വരുന്നതെങ്കിൽ പോലും അത് അല്ലാഹു സുബ്ഹാനഹു തആല പൊറുക്കുകയില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല താങ്കളുടെ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. തീർന്നില്ല, അവിടെ വീണ്ടും 10-18ഓളം നബിമാരെയും പ്രവാചകന്മാരെയും എടുത്തു പറഞ്ഞതിന് ശേഷം അവരെക്കുറിച്ച് പറഞ്ഞത്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ചെയ്ത എല്ലാ പ്രവർത്തനവും, അവർ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രവർത്തനവും ബാത്തിലാക്കി കളയും, പ്രതിഫലം നൽകാതെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളയും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ വിപത്ത് എന്താണെന്നറിയോ? നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു പൊറുത്തിട്ടല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അതിനുവേണ്ടി പാപങ്ങൾ പൊറുത്തു നൽകുകയില്ല എന്ന് അള്ളാഹു പറയണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹ് കൃത്യമായി പറയാൻ, ആരെങ്കിലും ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവന് പുറത്തു കൊടുക്കില്ല.
തൗബയില്ലാതെ പുറത്തു കൊടുക്കാത്ത ഏക പാപമെന്നുള്ളത് ഷിർക്ക് മാത്രമാണ്. ബാക്കിയെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഷിർക്ക് ചെയ്താലോ അവന് പുറത്തു കൊടുക്കുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അള്ളാഹു പറയാണ്, ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അള്ളാഹു പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ അനുഗ്രഹമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്വർഗം, ആ സ്വർഗം ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തടയപ്പെടുന്നതാണ്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുകയില്ല. ഹറാമാണ് അവർക്ക് സ്വർഗം. അവരുടെ സങ്കേതം ഏതാണ്? നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് പരലോകത്ത് യാതൊരു നിലക്കുമുള്ള സഹായികളും ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ഈ ഖബറിലൊക്കെ പോകുന്നത് എന്തിനാണ്? നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാൻ അല്ലേ? എന്തിനാണ് നേർച്ച ചെയ്യുന്നത്? നമ്മുടെ പ്രയാസം മാറാൻ, കുട്ടിയെ കിട്ടാൻ, രോഗം മാറാൻ, ജോലി ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങി പല ജാതി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ജാറങ്ങളിൽ നേർച്ച ചെയ്യുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖബറാളികളോട് പ്രാർത്ഥിച്ചാൽ, തേടിയാൽ, സഹായം ചോദിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയോ തേട്ടമോ അവർ കേൾക്കുകയില്ല എന്നും, നാളെ പാരത്രിക ലോകത്ത്, അതായത് അന്ത്യനാൾ സംഭവിക്കുന്നതുവരെ ഇത് കേൾക്കുകയില്ല എന്നു മാത്രമല്ല, പാരത്രിക ലോകത്ത് ഇവർ നിങ്ങൾ ചോദിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം നിങ്ങൾക്കെതിരായിക്കൊണ്ട് അവർ നിൽക്കുമെന്നാണ്. അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല എന്നാണ്. പിന്നെ അവിടെ ചെയ്യുന്ന നേർച്ചയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അവസാനം സംഭവിക്കുന്നത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുകയും നമ്മുടെ പരലോകം നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് ചോദിക്കുന്നുണ്ടല്ലോ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയ്ക്ക് അല്ലാഹു പോരെ പ്രയാസം മാറാൻ, പ്രശ്നം മാറാൻ, കുട്ടികളെ കിട്ടാൻ, നമ്മുടെ എല്ലാവിധ ആവലാദികളും നീങ്ങിക്കിട്ടാൻ നമുക്ക് നമ്മുടെ റബ്ബ് പോരെ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസികളെ, നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് അഭയം പ്രാപിച്ചുകൂടാ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു മറ്റൊരായത്തിൽ ചോദിക്കുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരുണ്ട് അള്ളാഹുവിൽ കൃത്യമായി തവക്കുലേൽപ്പിക്കാൻ? എങ്കിൽ അവന് അല്ല മദീന്നാണ്. വേറെ ഒരു ഖബറാളിയും വേണ്ട. ഖബറാളികൾ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ ആ ഖബറാളികൾക്കു വേണ്ടി നേർച്ച ചെയ്യാനോ വഴിപാട് ചെയ്യാനോ അതുപോലെയുള്ള ഇന്ന് കാണുന്ന ദുരാചാരങ്ങൾ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. ഖബർ സന്ദർശനം അത് പുണ്യമാണെന്ന് പറഞ്ഞു, അതിൽ പരലോക ചിന്തയാണ് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു. അതല്ലാതെ ഇന്ന് കാണുന്ന ആണ്ടും ഉറൂസും നേർച്ചയും ആന എഴുന്നള്ളിപ്പും നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും അവിടെ ഉറൂസും ഉത്സവങ്ങളും ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടേയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മരിക്കുമ്പോൾ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഷിർക്കില്ലാത്ത, ഷിർക്കിൽ നിന്ന് മുക്തമായ തൗഹീദ് ഉറച്ച ഒരു ജീവിതമാണ്, തൗഹീദ് ഉറച്ച ഒരു വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ രൂപത്തിൽ നമ്മുടെ തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുവാനും ഷിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുവാനും നമ്മൾ തയ്യാറാകണം. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിലോ നാളെ പാരത്രിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മറയിടുന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മറയിടുന്നാണ്. ആ മറയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ആവശ്യപ്പെടും, അള്ളാഹുവേ, എൻ്റെ ഉമ്മത്താണ്, ആ ഉമ്മത്തിനെ എനിക്ക് വിട്ടുതരണം. അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു മറുപടി പറയുന്നതാണ്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. പ്രവാചകരെ, താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം ഇവരെന്താണ് ഈ ലോകത്ത് ചെയ്തു വച്ചത് എന്ന്, പുത്തനാചാരങ്ങൾ ഉണ്ടാക്കിയത് താങ്കൾക്കറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നറിയോ? സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി. പരലോകത്ത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ബിദ്അത്തുകാരെ അകറ്റി ആട്ടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം നിർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മെ സംരക്ഷിച്ച് തൗഹീദുള്ള, ബിദ്അത്തുകളില്ലാത്ത, ഷിർക്കില്ലാത്ത ഏറ്റവും നല്ല മുഅ്മിനായി, മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കാര്യങ്ങളെ കൃത്യമായി പ്രമാണബദ്ധമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഷിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം ഉണ്ടാകണം. തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.